ചേട്ടാ ആ ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്നു. ആ ഓഡിയൻസിന്റെ ലൈറ്റ് ഒന്ന് ഇടുമോ? അതൊക്കെ എല്ലാരെയും കാണണം ചേട്ടാ. ആ ആ റാംജി ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞേ. ആ റാംജി, അത്ര എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. വേറെ ഒരാൾ കൂടെ വന്ന് അവിടെ ഉണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞേ. സത്യോ? ആ സത്യം. അപ്പൊ എന്താ വേണ്ട, ആദ്യം നിങ്ങൾ നല്ലൊരു കൈയടി കൊടുത്തേ. ആ അപ്പൊ നേരത്തെ കുറച്ചു പേര് ഇവിടെ ഇരുന്നവരൊക്കെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വേദന തോന്നി. കാരണം നമ്മളെ ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലേ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ രാവിലെ വന്നതായിരിക്കും അല്ലെ. ഓണപരിപാടിയൊക്കെ കൂടി ക്ഷീണം പിടിച്ച് അങ്ങനെ പരിപാടി തുടങ്ങാനും കുറച്ച് വൈകി, അതുകൊണ്ട് പോയതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി അങ്ങനെ ആരും പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് സങ്കടവും. അങ്ങനെ പാടില്ല, നിങ്ങളെ സപ്പോർട്ട് വേണം. ഓക്കെ, റെഡി അല്ലേ? ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും നമ്മളോട് ഒന്നിച്ചു കൂടണം. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൊണ്ട് പാടിക്കാം. ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ആ പാട്ട് പാടിയതാണ്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പാട്ടുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പാടാം. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. റെഡി? ആരും മിണ്ടാതിരിക്കരുത്. ഞാൻ പാടുമ്പോൾ ആ താളത്തിനൊത്ത് കൈയടിക്കണം. എനിക്ക് കൈയടിയൊന്നും വേണ്ട, പക്ഷെ പാട്ടിന്റെ താളത്തിന് നിങ്ങൾ കൈയടിച്ച് കൂടെ കൂടിയാൽ അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷാണെന്നറിയോ. അപ്പൊ റെഡി അല്ലേ എല്ലാരും? ആ നിങ്ങള് ഇല്ല പാടാതെ ഞാൻ വിടൂല. പാടണം രണ്ടുപേരും അടുത്തുനിന്ന്. ഞാൻ പാടുന്ന ആ വരി എന്താന്ന് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ചേട്ടൻ മിണ്ടരുത്. നിങ്ങളെ അടിപൊളി. പക്ഷെ ആ വരിയും കൂടെ പാടിയാല് ആയിക്കോട്ടോ. ചേട്ടൻ ഞാൻ പാടുന്നത് ശ്രദ്ധിക്കേ. പാടാൻ പറ്റൂ? നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ഇല്ല പാടാതെ വിടൂല ഞാൻ. ചേട്ടൻ എന്താന്നറിയില്ല, നാണം. അവരെന്തായാലും ആയിക്കോട്ടെ. നിങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. റെഡി അല്ലേ? നിങ്ങൾ പോകരുത്. നമുക്ക് രണ്ടാൾക്കും കൂടെ പാടിക്കൊടുക്കാം അല്ലേ? അപ്പൊ എല്ലാരും കൂടെ പാടണം. നമ്മൾ രണ്ടാളും പാടിത്തരും.